തന്ത്രിക്കേസും സ്വർണ്ണക്കൊള്ളയും മാത്രമല്ല താഴ്മൺ തന്ത്രി കുടുംബത്തിനുമേൽ അവമതിയുടെ കരിനിഴൽ വീഴ്ത്തിയിട്ടുള്ളത്. കന്നഡ ചലച്ചിത്ര നടി ജയമാല ശബരിമല ശ്രീകോവിലിൽ കയറി വിഗ്രഹത്തിൽ തൊട്ടുവെന്ന് വെളിപ്പെടുത്തിയത് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കം ചെറുതായിരുന്നില്ല. 2006 ജയമാല ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത്. ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതും വിഗ്രഹത്തിൽ തൊടുന്നതും തെറ്റാണെന്നറിയില്ലായിരുന്നു. തൻ്റെ നാടായ ചിക്കമംഗളൂരിലും കർണാടകയുടെ മറ്റ് ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ ആർക്കും കയറി വിഗ്രഹത്തിൽ തൊടാമെന്നും ജയമാല പറഞ്ഞു. 1986 27 വയസ്സുള്ളപ്പോഴായിരുന്നു സന്നിധാനത്ത് ജയമാലയുടെ സന്ദർശനം. മുന്നിലെ തിരക്കിൽപ്പെട്ട് ശ്രീകോവിലിനുള്ളിൽ വീണുവെന്നും അയ്യപ്പ വിഗ്രഹത്തിൽ തൊട്ടുവെന്നുമായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ഒരാൾ തട്ടി വീണാൽ പോലും വിഗ്രഹത്തിൽ തൊടാനാവില്ലെന്നായിരുന്നു അപ്പോഴത്തെ കണ്ടെത്തൽ. അവിടെ മുതൽ തന്നെ നടിയെ ബോധപൂർവം കയറ്റിയതാണെന്ന വാദം ശക്തമായി. വളരെ മുൻപ് സ്ത്രീകൾ എത്തിയിരുന്നുവെങ്കിലും വിഗ്രഹത്തിൽ തൊടുക എന്നത് അന്നും ഇന്നും അസാധ്യമാണ്. ആദ്യ ഭർത്താവും തെന്നിന്ത്യൻ നടനുമായ പ്രഭാകറുമൊത്താണ് വിഷു സമയത്ത് ജയമാല ശബരിമലയിൽ എത്തിയത്. പ്രഭാകറിന് കാലിൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നപ്പോൾ അയ്യപ്പനോട് പ്രാർത്ഥിച്ചാൽ അസുഖം മാറുമെന്ന് പലരും നിർദ്ദേശിച്ചിരുന്നു. 18ാം പടി കയറാനാകില്ലെന്ന് പറഞ്ഞതിനാൽ പിന്നിലെ വഴിയിലൂടെയാണ് പോയത്. ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. പ്രമുഖ നടനായതിനാൽ അദ്ദേഹത്തെ പലരും തിരിച്ചറിഞ്ഞിരുന്നു. തിരക്കിൽ താൻ ഭർത്താവിൻ്റെ ഇരുമുടിക്കെട്ട് വാങ്ങി കയ്യിൽ വെച്ചു. തിരക്കിൽ ചെന്ന് വീണത് അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിലാണ്. അത് എങ്ങനെ സംഭവിച്ചുവെന്നറിയില്ല. ഞാൻ ആ പാദങ്ങളിൽ തൊട്ടു പ്രാർത്ഥിച്ചു. അകത്തുണ്ടായിരുന്ന ആരോ എനിക്ക് റോസാപ്പൂവ് തന്നു. പുറത്തിറങ്ങിയപ്പോൾ അനേകം പേർ എൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. അയ്യപ്പനെ തൊട്ടയാളെ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അയ്യപ്പൻ്റെ മഹത്വം ഞാൻ തിരിച്ചറിഞ്ഞു. ഇങ്ങനെയായിരുന്നു ജയമാലയുടെ വെളിപ്പെടുത്തൽ. ശബരിമലയിൽ 2006 നടന്ന ദേവപ്രശ്നത്തിൽ പങ്കെടുത്ത 21 ജ്യോത്സ്യന്മാരിൽ ഒരാളായ ഉണ്ണികൃഷ്ണ പണിക്കർ അയ്യപ്പ വിഗ്രഹത്തിൽ സ്ത്രീ സ്പർശമുണ്ടായെന്ന വെളിപ്പെടുത്തൽ നടത്തി. ജയമാലയിൽ നിന്ന് നേരത്തെ തന്നെ വിവരം മനസ്സിലാക്കിയ ജ്യോതിഷി ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയെന്ന കണ്ടെത്തലാണ് പിന്നീടുണ്ടായത്. പ്രശസ്തി ലാക്കാക്കി സഹായിയായ AN രഘുപതിയുടെ സഹായത്തോടെ നടി ജയമാലയെ ഫോണിൽ ബന്ധപ്പെട്ട് പിന്നീട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഉണ്ണികൃഷ്ണ പണിക്കർ പ്രേരിപ്പിച്ചുവെന്നും ഈ നടപടി ഭക്തരുടെ മതവികാരം വ്രണപ്പെടുത്തിയെന്നതിൻ്റെയും പേരിലായിരുന്നു ഒടുവിൽ ജ്യോത്സ്യരെ കൂടി പ്രതി ചേർത്ത് കേസെടുത്തത്. കേസ് 2012 ജൂലൈയിൽ ഹൈക്കോടതി റദ്ദാക്കി. പ്രതികളായ പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ, ജയമാല, ബംഗളൂരു സ്വദേശി AN രഘുപതി എന്നിവർക്കെതിരെയുള്ള അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ കോടതി ഇവർക്കെതിരെയുള്ള മജിസ്ട്രേറ്റ് കോടതിയുടെ തുടർ നടപടികളും റദ്ദാക്കി. അയ്യപ്പ വിഗ്രഹമല്ല മറ്റൊരു വിഗ്രഹമാണ് തൊട്ടതെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞ് ചിലർ തന്നെ സമീപിച്ചുവെന്ന് പിന്നെയും ജയമാല വെളിപ്പെടുത്തി. ഞാൻ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അയ്യപ്പ വിഗ്രഹത്തിലാണ് ഞാൻ സ്പർശിച്ചത്. ഏറ്റവും ഒടുവിലും ജയമാലയുടെ നിലപാട് ഇങ്ങനെയായിരുന്നു. അങ്ങനെ തൊടാൻ കഴിഞ്ഞുവെങ്കിൽ അതിന് സഹായിച്ചവരെക്കുറിച്ച് ജയമാല പറയാത്തത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. അന്ന് അങ്ങനെയെങ്കിൽ രക്ഷപ്പെട്ടു പോയത് ഇതേ ദൈവതുല്യരും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.